Hello, welcome to Learnino. Engineering colleges in Kerala എന്നുള്ള വീഡിയോ സീരീസിലെ സെക്കൻഡ് വീഡിയോ ആണ്. സോ ഫസ്റ്റ് വീഡിയോയിൽ നമ്മൾ ഗവൺമെന്റ് കോളേജസിനെ കുറിച്ചാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കോസ്റ്റ് ഷെയറിംഗ് എഞ്ചിനീയറിംഗ് കോളേജസിനെ കുറിച്ചാണ് പറയുന്നത്. അതായത് കെയ്പിന്റെ അണ്ടറിൽ വരുന്ന, അതേപോലെ IHRDയുടെ അണ്ടറിൽ, KSRTCയുടെ അണ്ടറിൽ, LBSന്റെ അണ്ടറിലൊക്കെ വരുന്ന കോളേജസ് ഏതൊക്കെയാണെന്ന് നോക്കാം. അവിടെ ഏതൊക്കെ കോഴ്സസ് ആണുള്ളത്, ഓരോ കോഴ്സിലും എത്ര സീറ്റ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് എന്നുള്ളതൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. സോ ഫസ്റ്റ് നമുക്ക് IHRDയുടെ അണ്ടറിൽ വരുന്ന കോളേജസ് ആണ് ഗവൺമെന്റ് കോസ്റ്റ് ഷെയറിംഗ് എഞ്ചിനീയറിംഗ് കോളേജസ്. ഗവൺമെന്റ് കോളേജസ് അല്ല, ഇത് ഗവൺമെന്റ് കോസ്റ്റ് ഷെയറിംഗ് എഞ്ചിനീയറിംഗ് കോളേജസ് ആണ്. അപ്പൊ ഇതിൽ ഗവൺമെന്റ് കോളേജിൽ നിന്ന് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഫീസ് സ്ട്രക്ചറും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ വരുന്നത്. അപ്പൊ ഇതിൽ നമുക്ക് 9 കോളേജാണ് IHRDയുടെ കീഴിൽ വരുന്നത്, അതായത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റിന്റെ അണ്ടറിൽ വരുന്നത്. അതിൽ നമുക്ക് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് അടൂർ, കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആറ്റിങ്ങൽ, കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ചേർത്തല, ആലപ്പുഴ, then College of Engineering കൊട്ടാരക്കര കൊല്ലം, College of Engineering ചെങ്ങന്നൂർ ആലപ്പുഴ, College of Engineering കരുനാഗപ്പള്ളി കൊല്ലം, മോഡൽ എഞ്ചിനീയറിംഗ് കോളേജ് തൃക്കാക്കര, College of Engineering പൂഞ്ഞാർ കോട്ടയം, and College of Engineering കല്ലൂപ്പാറ പത്തനംതിട്ട. ഇത്രയും കോളേജസ് ആണ് IHRDയുടെ അണ്ടറിൽ വരുന്നത്. അപ്പൊ ഓരോ കോളേജിലും ഓരോ ബ്രാഞ്ചിലും എത്ര സീറ്റ് ഉണ്ടെന്നുള്ളതും കൂടെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗവൺമെന്റ് കോളേജസിന്റെ വീഡിയോയിൽ പറഞ്ഞതുപോലെ നമ്മൾ ഇതിൽ കോഡാണ്. അപ്പൊ CSEC ട്രിപ്പിളിക്ക് ഇ എന്നാണ്, ME മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, EC എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, CS എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ സയൻസ്. അപ്പൊ ഓരോ കോഴ്സുകൾക്കും എത്ര സീറ്റ് ഉണ്ട് എന്നുള്ളതുമാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ IHRDയുടെ അണ്ടറിൽ 9 കോളേജാണ് വരുന്നത്. നെക്സ്റ്റ് LBSന്റെ, അതായത് ലാൽ ബഹദൂർ ശാസ്ത്രി സെന്റർ ഫോർ സയൻസ് ആൻഡ് ടെക്നോളജിയുടെ അണ്ടറിൽ വരുന്ന ഗവൺമെന്റ് കോസ്റ്റ് ഷെയറിംഗ് എഞ്ചിനീയറിംഗ് കോളേജാണ് LBS കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കാസർഗോഡും, പിന്നെ LBS ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ഫോർ വിമൻ പൂജപ്പുര തിരുവനന്തപുരം. ഇപ്പൊ തിരുവനന്തപുരത്ത് ഒരു കോളേജും കാസർഗോഡ് ഒരു കോളേജുമാണ് വരുന്നത്. അവിടെ കാസർഗോഡ് 480 സീറ്റും ട്രിവാൻഡ്രത്ത് 420 സീറ്റ്സുമാണ് വരുന്നത്. ഓക്കെ, ഇതിലെ എല്ലാ കോഴ്സും എല്ലാ കോളേജിലും ഉണ്ടാവില്ല, പക്ഷെ കോമൺ ആയിട്ട് ഇപ്പൊ EC, ട്രിപ്പിളി, CSE ഇതൊക്കെ ഒരുവിധം ME ഒക്കെ ഒരുവിധം കോളേജസിലൊക്കെ തന്നെ കാണുന്ന കോഴ്സുകളാണ്. ഇപ്പൊ ചില സ്പെഷ്യൽ കോഴ്സുകൾ, ഇപ്പൊ കമ്പ്യൂട്ടർ സയൻസിൽ തന്നെ ചില സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള കോഴ്സുകൾ ഓരോരോ കോളേജസിൽ, അപ്പൊ അത് നമ്മൾ ഓരോ കോളേജിലും എടുത്ത് അവരുടെ കോഴ്സുകൾ ഏതൊക്കെയാണെന്നുള്ളത് അറിയണം. ഇനി ഇതിൽ തന്നെ നമുക്ക് മൊത്തത്തിൽ നമ്മൾ BTech നമ്മൾ ഫസ്റ്റ് ഇയറിൽ നമ്മൾ 4 ഗ്രൂപ്പ് ആയിട്ടാണ് ഇത് വരുന്നത്. ഓക്കെ, ഫസ്റ്റ് ഇയറിൽ നിങ്ങൾ ജോയിൻ ചെയ്യുമ്പോൾ പറയേണ്ട കാര്യമാണ്. അപ്പൊ ഓരോ ഗ്രൂപ്പിലും ഏതൊക്കെ കോഴ്സസ് ആണെന്നുള്ളത് ഞാൻ വേറെ വീഡിയോ ചെയ്യാം കേട്ടോ. ഓക്കെ, ഇനി അടുത്തത് ഗവൺമെന്റ് കോസ്റ്റ് ഷെയറിംഗ് എഞ്ചിനീയറിംഗ് കോളേജസ് അണ്ടർ കോപ്പറേറ്റീവ് അക്കാഡമി ഓഫ് പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ, കെയ്പിന്റെ അണ്ടറിൽ വരുന്നത് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആറന്മുള പത്തനംതിട്ട, കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് മുട്ടത്തറ തിരുവനന്തപുരം, കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കിടങ്ങൂർ കോട്ടയം, കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് പത്തനാപുരം കൊല്ലം, കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് പെരുമൺ കൊല്ലം, കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് മാനേജ്മെന്റ് പുന്നപ്ര ആലപ്പുഴ, കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് തൃക്കരിപ്പൂർ കാസർഗോഡ്, കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് തലശ്ശേരി കണ്ണൂർ, കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് വടകര കോഴിക്കോട്. ഇതൊക്കെ നമുക്ക് കെയ്പിന്റെ അണ്ടറിൽ വരുന്ന കോളേജസ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ഗവൺമെന്റ് കോസ്റ്റ് ഷെയറിംഗ് എഞ്ചിനീയറിംഗ് കോളേജ് അണ്ടർ KSRTCയുടെ അണ്ടറിൽ ശ്രീ ചിത്തിര തിരുനാൾ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് പാപ്പനംകോട് തിരുവനന്തപുരം 546 സീറ്റ് ഉണ്ട്. അവിടെ നമുക്ക് കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള കോഴ്സുകൾ വരുന്ന ഒരു കോളേജാണ് കേട്ടോ അത് വരുന്നത്. അപ്പൊ അവിടെ നോക്കുക 546 സീറ്റ്സ് അവൈലബിൾ ആണ്. നെക്സ്റ്റ് ഗവൺമെന്റ് കോസ്റ്റ് ഷെയറിംഗ് എഞ്ചിനീയറിംഗ് കോളേജ് അണ്ടർ സെന്റർ ഫോർ പ്രൊഫഷണൽ ആൻഡ് അഡ്വാൻസ്ഡ് സ്റ്റഡീസ് എന്ന് പറഞ്ഞ് യൂണിവേഴ്സിറ്റി കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് തൊടുപുഴ ഇടുക്കിയിൽ ഒരു കോളേജ് വരുന്നുണ്ട്. പിന്നെ ഒരു സെൽഫ് ഫിനാൻസിങ് കോളേജ് അണ്ടർ യൂണിവേഴ്സിറ്റി ഓഫ് കേരള, അത് യൂണിവേഴ്സിറ്റി ഓഫ് കേരളയുടെ അണ്ടറിൽ വരുന്ന ഒരു സെൽഫ് ഫിനാൻസിങ് കോളേജാണ് യൂണിവേഴ്സിറ്റി കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കാര്യവട്ടം തിരുവനന്തപുരം. ഓക്കെ, അപ്പൊ യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ വരുന്ന കോളേജാണത്. നെക്സ്റ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജ് അണ്ടർ ദ യൂണിവേഴ്സിറ്റി ഓഫ് കാലിക്കറ്റ്, അതായത് കാലിക്കറ്റിലെ യൂണിവേഴ്സിറ്റി ഓഫ് കാലിക്കറ്റിന്റെ ക്യാമ്പസിൽ വരുന്ന കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി തേഞ്ഞിപ്പാലം മലപ്പുറം. ഓക്കെ, അവിടെ 270 സീറ്റാണ് വരുന്നത്. Then government cost sharing engineering college under the Center for Continuing Education, College of Engineering മൂന്നാർ ഇടുക്കി 180 സീറ്റാണ് അവിടെ ഉള്ളത്. CSEC, ട്രിപ്പിളി, ME ഈ 4 ബ്രാഞ്ച് മാത്രമാണ് അവിടെ വരുന്നത്. 180 സീറ്റുകളാണ് വരുന്നത്. സോ ഇത്രയാണ് നമുക്ക് വരുന്ന കോസ്റ്റ് ഷെയറിംഗ് എഞ്ചിനീയറിംഗ് കോളേജസ് ഉള്ളത്. അപ്പൊ ഇവിടെ നമുക്ക് രണ്ട് ഡിഫറെന്റ് ആയിട്ടുള്ള ഫീ സ്ട്രക്ചർ വരുന്നുണ്ട്.
അപ്പൊ അത് ഞാൻ അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ അതിന്റെ ഫീ ഒക്കെ ആകുമ്പോഴത്തേക്കും റാങ്ക് ലിസ്റ്റ് ഒക്കെ വന്നതിന് ശേഷം ഫീസിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ആ സമയത്ത് പറയാം. ഗവൺമെന്റ് കോളേജസ് ഡിഫറെന്റ് ആയിരിക്കും. ഗവൺമെന്റ് കോസ്റ്റ് ഷെയറിംഗ് എഞ്ചിനീയറിംഗ് കോളേജസ്, അതേപോലെ സെൽഫ് ഫിനാൻസിങ് കോളേജിലാണെന്നുണ്ടെങ്കിലും അവിടെ ഫീസ് സ്ട്രക്ചർ ഡിഫറെന്റ് ആയിരിക്കും വരുന്നത്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ഒരു വീഡിയോയിൽ നമുക്ക് സെൽഫ് ഫിനാൻസിങ് കോളേജസ് പിന്നെ ഒരുപാടുണ്ട്. അപ്പോൾ സെൽഫ് ഫിനാൻസിങ് കോളേജസ് നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ക്രൈറ്റീരിയസ് ആണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഒരു കോളേജ് സെലക്ട് ചെയ്യുമ്പോൾ എന്നുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം. ഫീ സ്ട്രക്ചർ നമുക്ക് റാങ്ക് ലിസ്റ്റ് ഒക്കെ വന്നതിന് ശേഷം ഓരോ കോളേജസിലും ഓരോ ടൈപ്പ് ഓഫ് കോളേജിലും വരുന്ന ഫീസും അതിന്റെ ഡീറ്റെയിൽസും ഒക്കെ അടുത്ത വീഡിയോ ചെയ്യുന്നുണ്ടാവും. ഇനി അതേപോലെ തന്നെ നിങ്ങൾക്ക് ഓരോ ബ്രാഞ്ച് എടുത്തു കഴിഞ്ഞാലുള്ള ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണ്, ഏതൊക്കെ ബ്രാഞ്ചുകളാണ് ഓരോരുത്തരുടെയും ഇൻട്രസ്റ്റിനനുസരിച്ച് സെലക്ട് ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. സോ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളെ കീം അഡ്മിഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും അലോട്ട്മെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അപ്ഡേറ്റ്സ് വരുന്നതായിരിക്കും. താങ്ക് യു.